ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാത്രിയാവുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തുന്ന വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. റൂമിലെത്തിയ വിഷ്ണുവിനോട് രാധ പറയുന്നുണ്ട്, വിഷ്ണുവേട്ടൻ വരുന്നുണ്ട്. കാവ്യ കുറേ നേരം നോക്കിയിരുന്നു, പിന്നെ പാവം ഉറങ്ങിപ്പോയി. വിഷ്ണു അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ബെൽറ്റ് അഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണുവേട്ടൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നല്ലോ എന്ന് രാധയും പറയുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ രാധയോട് പറയുന്നുണ്ട്, നിനക്കറിയാലോ എന്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഒരാളും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ലെന്ന്. ഒന്ന് കൃഷ്ണചന്ദ്രനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ അത് ഇത്രയും വലിയ പ്രശ്നമാവുമെന്ന് ഞാനും കരുതിയില്ല. ആ വാർത്ത സ്റ്റേഷനിലെ പോലീസുകാർ അറിയുന്നതിന് മുന്നേ എങ്ങനെയാ ഇത്രയും വേഗം സ്പ്രെഡ് ആയത് എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും തനിക്കറിയില്ലെന്ന് രാധയും പരുങ്ങലോടെ പറയുന്നുണ്ട്. അതെ, ഈ കാര്യങ്ങൾ മുന്നേ ആർക്കും ഒന്നും അറിയില്ലല്ലോ. എല്ലാരും പൊട്ടം കളിക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലെന്ന് കരുതരുത്. നീ എന്തിനാ കൃഷ്ണചന്ദ്രനെ വിടണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. സാർ ഇവിടെ അമ്മയെ തിരക്ക് വന്നിട്ടുള്ളതല്ലേ വിഷ്ണുവേട്ടാ, ആളൊരു പാവമാ എന്ന് രാധ പറയുമ്പോഴേക്കും ആ ഒരു പരിചയം വെച്ചാണോ ഇന്നയാളെ നീ കസ്റ്റഡിയിൽ നിന്ന് വിടാൻ പറഞ്ഞതെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അറിയാവുന്ന ആളായതുകൊണ്ട് മഹേഷ് പറഞ്ഞപ്പോൾ വിഷമം തോന്നി, അതാ വിളിച്ചതെന്ന് രാധ പറയുമ്പോഴേക്കും ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ? നീ ഇത് കാവ്യയോടൊന്ന് പറഞ്ഞു നോക്ക്, ആ കൊച്ചു പറയും ഇത് കള്ളമാണോ സത്യമാണോ എന്ന്. ആളവിടെ എത്തിയപ്പോ തന്നെ പാഞ്ഞെത്തി വീണയും കനിയും. വീട്ടിൽ തർക്കിക്കുന്ന പോലെയാ സ്റ്റേഷനിലെ കാര്യങ്ങളെന്ന ഇവളുമാരുടെ വിചാരം. ഒരു മര്യാദയുമില്ലാതെയാ എന്നോട് പെരുമാറിയത് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഞാൻ അതറിഞ്ഞില്ല വിഷ്ണുവേട്ടാന്ന് രാധയും പറയുന്നുണ്ട്. ഇത് നീ അറിഞ്ഞിട്ടില്ല, ബാക്കി ലോകത്തിലുള്ള എല്ലാരും അറിഞ്ഞല്ലോ. വീണയോട് മേരിക്കുട്ടി ടീച്ചർ പറഞ്ഞു, നിന്നോട് മഹേഷ് പറഞ്ഞു. പോലീസ് വളരെ രഹസ്യമായി കൈകാര്യം ചെയ്ത ഈ കാര്യം എങ്ങനെ ലോകം മൊത്തം അറിഞ്ഞു എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും സത്യമായിട്ടും എനിക്കറിയില്ലെന്ന് രാധയും പേടിയോടെ പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ എല്ലാരും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കാൻ നിങ്ങളും ആ കൃഷ്ണചന്ദ്രൻ സാറും തമ്മിൽ എന്താ ബന്ധം എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും രാധ ഒന്നും മിണ്ടാതെ ടെൻഷനോടെ നിൽക്കണ കണ്ട് എന്താ നിനക്കൊരു പരുങ്ങല്, ഇനി അയാൾ വല്ലതുമാണോ നിന്റെ അച്ഛൻ എന്ന് വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് രാധ ഞെട്ടലോടെ അവന് നോക്കുന്നുണ്ട്. അത് കേട്ടോണ്ട് അങ്ങോട്ട് വരുന്ന കല്ലുവും അമ്മയെ ആശ്വസിപ്പിച്ചോണ്ട് എന്തൊക്കെയാ അച്ഛൻ ഈ പറയുന്നത്? അച്ഛൻ ഇന്നേവരെ ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല എന്ന് വിഷ്ണുവിനോടായി പറയുമ്പോഴേക്കും കല്ലു, നിനക്കറിയാഞ്ഞിട്ടാ ഇവിടെ ഈ വീട്ടിൽ കുറെ കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, എനിക്കറിയാമത് എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അതിനച്ഛൻ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? ശരിക്കും മോശമായി പോയ അച്ഛാന്ന് കല്ലുവും പറയുന്നുണ്ട്. പിന്നെ ഉത്തരം മുട്ടുമ്പോഴുള്ള ഈ കണ്ണീരൊക്കെ എനിക്ക് മനസ്സിലാവും എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഇത് ഉത്തരം മുട്ടുമ്പോഴുള്ള കണ്ണീരാണോ അച്ഛാ? വല്ലാത്തൊരു ടെറിബിൾ അലിഗേഷൻ ആയിപ്പോയി ഇത്. എന്നിട്ട് ഉത്തരം മുട്ടിയിട്ടാണെന്നൊന്നും പറയല്ലേ അച്ഛാ എന്ന് കല്ലുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും വിഷ്ണു ദേഷ്യത്തോടെ രാധയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എല്ലാ കള്ളത്തരവും ഒരു ദിവസം പൊളിഞ്ഞു വീഴും, നോക്കിക്കോ. അധികം വൈകാതെ തന്നെ ഞാൻ എല്ലാം കണ്ടുപിടിച്ചിരിക്കും, ഉറപ്പ് എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തോടെ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രാധ ആകെ സങ്കടത്തോടെ കരയുമ്പോഴേക്കും അച്ഛനത് ദേഷ്യത്തിൽ പറഞ്ഞതാ അമ്മ അതിൽ ഫീലാവണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. രാധ വീണ്ടും സങ്കടം സഹിക്കാനാവാതെ കരയുമ്പോഴേക്കും കല്ലു ചെന്ന് അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും രാധ അവളെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ടേ. പിന്നീട് കൃഷ്ണചന്ദ്രൻ സാർ ടീച്ചറമ്മയെ വിളിക്കുന്നതാണ് കാണിക്കുന്നത്. ടീച്ചറമ്മ ആ കോൾ എടുക്കുമ്പോഴേക്കും എന്തു പറ്റി സരസ്വതി, ശബ്ദത്തിനൊരു മാറ്റം എന്ന് സാറും ചോദിക്കുന്നുണ്ട്. തൻ്റെ വേഷത്തിൽ ലക്ഷ്മി ഇവിടെ വന്നിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് കൊള്ളാലോ ആ മറുപടി എന്നും പറഞ്ഞുകൊണ്ട് സാർ ചിരിക്കുന്നുണ്ട്. തൻ്റെ വേഷത്തിൽ ആദ്യം അവളെ മേരിക്കുട്ടിയുടെ അടുത്ത് പോയെന്നും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെന്നും അവിടുന്ന് ഇങ്ങോട്ട് വന്നെന്നും മഹേഷ് താനാണെന്ന് കരുതി അവളോട് കോർക്കാൻ ചെന്നെന്നും നല്ലൊരെണ്ണം അവന് കവിളത്ത് കിട്ടിയെന്നും ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് നന്നായിന്നു പറഞ്ഞ് സാറും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഒന്ന് കിട്ടിയതോടെ മഹേഷ് നന്നായാൽ മതിയായിരുന്നു. ഇനി വൈകാതെ നിയമത്തിന് മുന്നിൽ കാര്യങ്ങൾ എത്തുന്നതാവും നല്ലത്. ആത്യന്തികമായി സരസ്വതിക്ക് ആ പഴയ ജീവിതം തിരിച്ചു കിട്ടണം എന്ന് സാറ് പറയുമ്പോഴേക്കും സാറേ, ഇത് പുറത്തറിയുമ്പോൾ എൻ്റെ ജീവിതം തകരുമെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. നീതിക്കും നിയമത്തിനും എല്ലാ കാര്യത്തിനും ഉത്തരമുണ്ട് സരസ്വതി, അതൊന്നിനെയും തകർത്തു കളയില്ല. അവിടെ തീരുന്നതല്ല തുടങ്ങുന്നതാ. പിന്നെ സരസ്വതി ജീവൻ പകരം വെക്കുന്ന കുടുംബത്തിന് തിരിച്ചങ്ങനെയൊരു സ്നേഹമുണ്ടോ? കുടുംബം സരസ്വതിയെ അങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കൂ എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും ഇപ്പൊ എൻ്റെ തലയിൽ ഒന്നും കയറില്ല സാറേ. ആകെ ഒരു മരവിപ്പ്. അവള് പിണങ്ങിയാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും അതിനിയും സരസ്വതി ആ ഇരുട്ട് മുറിന്ന് പുറത്തിറങ്ങാൻ മനസ്സ് കാണിക്കാത്തോണ്ടല്ലേ ലക്ഷ്മിക്ക് അത് വിഷമമല്ലേ? അതും സരസ്വതി ഒന്ന് ചിന്തിക്കണം. വീണയുടെ ജോലിയും ജീവിതവും എല്ലാ കാലത്തും പ്രതിസന്ധിയിൽ തന്നെയാണ്. ഇപ്പോഴത്തെ ഈ ഒളിച്ചുകളിയൊന്നും ശാശ്വത പരിഹാരമല്ല. പിടിക്കപ്പെട്ടാൽ എല്ലാം കൈവിട്ടു പോവും. എൻ്റെ അഭിപ്രായത്തിൽ പോലീസ് കണ്ടെത്തുന്ന പ്രതിയേക്കാൾ എല്ലാം തുറന്നു പറഞ്ഞ് മാപ്പുസാക്ഷിയാവുന്നതാവും നല്ലത് എന്ന് സാറ് പറയുന്നുണ്ട്. എനിക്കെന്തോ ഇപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള ധൈര്യമില്ല സാറേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും
പഴയ ജീവിതം ആഗ്രഹിച്ചാൽ ധൈര്യമൊക്കെ താനേ വന്നുകൊള്ളും. ഞാൻ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല സരസ്വതി, നമ്മൾ അതിനായി മനസ്സുകൊണ്ട് തയ്യാറാവേണ്ടതുണ്ട് എന്ന് സാറ് പറയുമ്പോഴേക്കും എനിക്കൊന്നിനും ഒരു തെളിച്ചവും കിട്ടുന്നില്ല സാർ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട്. അതാകെ കലങ്ങിയത് കൊണ്ടാ, ഇനി ഒന്നുകൂടെ കാത്താൽ തെളിയും. തൽക്കാലം ടെൻഷൻ അടിക്കേണ്ട സരസ്വതി, ശരിയിലേക്ക് മനസ്സ് നയിക്കും എന്ന് തന്നെ വിചാരിക്കൂ. അത് നടക്കും. പിന്നെ സ്വസ്ഥമായിട്ടൊന്ന് പോയി ലക്ഷ്മിയെ മാത്രം കാണൂ. ഉണ്ടായ തെറ്റിദ്ധാരണകളും വിഷമങ്ങളും ഒക്കെ മാറട്ടെ എന്ന് സാറ് പറയുമ്പോഴേക്കും കാണാമെന്ന് ടീച്ചർ അമ്മയും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഗുഡ്, ഇനി നന്നായി ഒന്ന് ഉറങ്ങാൻ നോക്ക്. അന്നേരം ഉള്ളിൻ്റെ പാതി കനം മാറും. പിന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ശുഭരാത്രി എന്നും പറഞ്ഞുകൊണ്ട് സാറ് കോൾ വയ്ക്കുന്നുണ്ടേ. പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയും ശിവരാമൻ ചേട്ടനും കൂടി വെൽനസ് സെൻറ്ററിനടുത്തുള്ള ആ ബീച്ച് സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നതാ. ഞങ്ങളുടെ മലങ്കാറ്റ് പോലെയല്ല ഇവിടുത്തെ കടൽക്കാറ്റ്. കാര്യമില്ലേലും വല്ലാത്ത ജാതി ബഹളമാ എന്ന് ശിവരാമേട്ടൻ പറയുന്നുണ്ടെങ്കിലും ലക്ഷ്മി അതൊന്നും ശ്രദ്ധിക്കാതെ ടെൻഷനോടെ നടക്കണ കണ്ട് ഞാൻ ഇതൊക്കെ ആരോടാ പറയുന്നത് ലച്ചു എന്ന് ശിവരാമേട്ടൻ അവളെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ലക്ഷ്മി ചിന്തയിൽ നിന്നുണർന്ന് ഏട്ടാ അത് എന്ന് പറയുമ്പോഴേക്കും ഇന്നലെ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നെ പറ്റി നിനക്കെന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല ശിവരാമേട്ട എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും ഇന്നലെ സരസുവിൻ്റെ കാര്യം പറഞ്ഞത് നിനക്ക് വിഷമമായില്ലെന്ന് ചേട്ടനും ചോദിക്കുന്നുണ്ട്. ഏയ് അതൊന്നുമല്ലേട്ടാ, ഇന്നലെ ശരിക്കും ക്ഷീണമായിരുന്നു, അതാ ഞാൻ നേരത്തെ അങ്ങ് കിടക്കാൻ പോയതെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. നമ്മൾ 4 പേരും കൂടി പണ്ട് സ്കൂളിൽ പോകുന്നത് ലച്ചുവിന് ഓർമ്മയുണ്ടോ എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും ഉണ്ടെന്ന് ലച്ചുവും പറയുന്നുണ്ട്. പാർവതിക്ക് പണ്ട് മുതലേ ഒരു ബന്ധവുമില്ല, മിണ്ടാതെ മുന്നേ നടക്കും. എൻ്റെ വലം കൈ പിടിക്കാൻ സരസുവും ലച്ചുവും എന്നും അടിയായിരുന്നു. ഒടുവിൽ സരസു നിനക്ക് വേണ്ടി മാറി ഇടത്തെ കൈ പിടിക്കും. കൈമാറി തന്ന സരസു വലത്തെ കൈ കിട്ടിയ നിന്റെ സന്തോഷം കണ്ട് ചിരിക്കും. എന്നും നമ്മുടെ സന്തോഷമായിരുന്നു അവളുടെ സന്തോഷം. നിന്നെ നിർത്തിയിട്ട് തന്നെ ഞാൻ പറയും, എൻ്റെ സരസുവിനെ പോലെ വേറൊരാൾ ഈ ലോകത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഒടുവിൽ അവളിൽ തന്നെ എത്തും. അവൾ പോയ പിന്നെ അങ്ങനെയാ എന്ന് ടെൻഷനോടെ ശിവരാമേട്ടനും പറയുന്നുണ്ട്. ഒടുവിൽ ഞാൻ ആശുപത്രിയിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്നറിയാതെ കിടന്നില്ലേ. സത്യത്തിൽ ഞാൻ മരണത്തിൻ്റെ ആ ഇരുട്ട് കണ്ടു. അപ്പോഴും അവൾ വന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിപ്പിച്ചു. അവളെൻ്റെ കയ്യിൽ തൊടുമ്പോൾ എനിക്ക് ബോധവും ഓർമ്മയും ഒന്നുമില്ല. പക്ഷേ ഞാൻ അതറിഞ്ഞു, അവളൊരു പ്രത്യേക ജന്മമാലച്ചു. അവളെല്ലാവരെയും വെളിച്ചത്തു നിർത്തും, എന്നിട്ട് അവൾ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് നിൽക്കും. അവളങ്ങോട്ട് പോയത് എനിക്കിനിയും അംഗീകരിക്കാൻ പറ്റുന്നില്ല ലച്ചു. ശിവരാമേട്ടൻ സങ്കടത്തോടെ പറയുന്നതും കേട്ടോണ്ട് റജിയും അങ്ങോട്ട് വരുന്നുണ്ട്. നിന്നെ കാണുന്ന ഓരോ നിമിഷവും ഞാൻ അവളെ ഓർത്തുകൊണ്ടേയിരിക്കും. അവൾ ഇത്രയും നേരത്തെ പോവണ്ടായിരുന്നു എന്ന് ശിവരാമേട്ടനും സങ്കടത്തോടെ പറയുമ്പോഴേക്കും അപ്പച്ചനിവിടെ വന്ന് ലാത്തിയടിച്ചുകൊണ്ട് നിൽക്കുകയാണോ? വൈഷ്ണവി ഡോക്ടർ തിരക്കി ട്രീറ്റ്മെന്റിന് പോവാൻ. ഇവിടെ ചികിത്സയ്ക്ക് വന്നത് അപ്പച്ചൻ മറന്നോന്ന് റജി ചോദിക്കുമ്പോഴേക്കും വരുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചുവിനോടായി ലച്ചു രാവിലെ തന്നെ എൻ്റെ എൻജിൻ സർവീസ് തുടങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റജിയുടെ കൂടെ പോകുന്നുണ്ടേ. ശിവരാമൻ ചേട്ടനോട് ഒന്നും പറയാനാവാതെ ലച്ചുവും ആ കടലിലേക്ക് നോക്കി ടെൻഷനോടെ നിൽക്കുന്നുണ്ട്. പിന്നീട് സന്തോഷിൻ്റെ വീടാണ് കാണിക്കുന്നത്. സന്തോഷ് ജോലിക്ക് പോവാൻ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോഴേക്കും സന്തോഷിൻ്റെ അമ്മ മണിയും അച്ഛൻ നടേശനും പോറ്റിമാമനും അവിടെ തന്നെ നിൽപ്പുണ്ട്. സന്തോഷ് ചെന്ന് കൈ കഴുകാൻ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആളുകൾ നിന്നെ കുറ്റം പറയുള്ളൂ കുഞ്ഞുട്ടാ, കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ നിലയ്ക്ക് നിർത്താൻ പാങ്ങില്ലാത്തവനെന്ന്. ഇന്നലെ അവളും മറ്റേ പെണ്ണും കൂടി എന്തായിരുന്നു പ്രകടനം ഇവിടെ മുറ്റത്ത് എന്നവർ പറയുമ്പോഴേക്കും ആണുങ്ങൾക്ക് വലത്തെ കൈ തന്നിരിക്കുന്നതേ ഉണ്ണ മാത്രമല്ല, കിടന്ന് ചാടുന്ന പെണ്ണുങ്ങൾക്ക് ചെവിക്കുറ്റി നോക്കി ഒന്ന് കൊടുക്കാൻ കൂടി വേണ്ടിയാ എന്ന് പോറ്റിയും എരുതിയിൽ എണ്ണയൊഴിക്കുന്നുണ്ട്. അതുകൾക്ക് സന്തോഷിന്റെ അച്ഛൻ പറയുന്നുണ്ട്, അളിയ ഉള്ള പ്രശ്നമൊന്ന് പരിഹരിക്കാൻ നോക്ക്, അല്ലാതെ ഇങ്ങനെ കൂടുതൽ വഷളാക്കല്ലേന്ന്. ഇനി എന്ത് വഷളാവാനാ നടേശ? നമ്മുടെ കാലത്ത് ആണുങ്ങളുടെ വീട്ടിൽ വന്ന് പെൺവീട്ടുകാർ ഒച്ചയുണ്ടാക്കോ? നേരെ വന്നിരിക്കുമോ? നേരെ നിന്ന് സംസാരിക്കുമോ? ഇപ്പോൾ തോന്നിയ സമയത്ത് കയറി വന്നിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് കുറ്റം. ആ പെണ്ണ് ഇവിടെ വന്ന് ചാടിയത് നടേശനും കണ്ടതല്ലയോ? എന്നിട്ടാണോ ഈ ഉപദേശം? എന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നടേശനോടായി, നടേശൻ അമേരിക്കൻ തീരുവ കൂടിയതും കുറഞ്ഞതുമൊക്കെ അവിടെ ഇരുന്ന് അങ്ങ് വായിക്കേ എന്ന് പോറ്റി പറയുമ്പോഴേക്കും ഓ ആയിക്കോട്ടെ എന്ന് നടേശനും. അപ്പോഴേക്കും മണിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ആ പെണ്ണ് എന്തൊക്കെയാ എൻ്റെ കുഞ്ഞുട്ടനെ പറഞ്ഞത്, ഇവനും ശരി കുറവാണെന്ന് എന്ന് പറയുമ്പോഴേക്കും സന്തോഷിന്റെ ചേട്ടൻ ആനന്ദും ചേട്ടത്തി റാണിയും അങ്ങോട്ട് വരുന്നുണ്ട്. നീ ആണല്ലെന്നല്ലേ ആ പെണ്ണ് പറഞ്ഞതിനർത്ഥം? അങ്ങനെ ഒരു പെണ്ണ് നമ്മുടെ മുന്നിൽ വന്നു നിന്ന് സംസാരിക്കാൻ ധൈര്യപ്പെടരുത് സന്തോഷേ. ആണുങ്ങൾ നിൽക്കേണ്ടിടത്ത് ആണായി തന്നെ നിൽക്കണം. അതെങ്ങനെയാ? രണ്ടാമതൊരു പെൺകുഞ്ഞിനെ വേണമെന്നാഗ്രഹിച്ച് അതാണായപ്പോ കണ്ണെഴുതി പൊട്ടും തൊട്ട് പെണ്ണിനെ പോലെ വളർത്തിയതല്ലേ, അതിങ്ങനെയേ വരൂ എന്ന് പോറ്റി പറയുന്നുണ്ട്. അപ്പോഴേക്കും ആനന്ദും പറയുന്നുണ്ട്, പോറ്റി അവനൊരു പാവായതുകൊണ്ട് എന്തു പറയാന്ന് വിചാരിക്കല്ലേ.
അത് കേട്ട് ഇന്നലെ ഒരു പെണ്ണ് ഈ വീടിന്റെ നടയിൽ വന്ന് ഷോ കാണിച്ചപ്പോൾ ഈ നായകൻ എവിടെ പോയി എന്ന് ആനന്ദിനെ കളിയാക്കിക്കൊണ്ട് പോറ്റിയും ചോദിക്കുന്നുണ്ട്. മണിയപ്പോഴേക്കും സന്തോഷിനോടായി, കുഞ്ഞുട്ടാ, ഇതിപ്പോ പല കാര്യങ്ങൾക്കും നീ മിണ്ടാതിരിക്കുന്നുണ്ടാ ഞങ്ങൾക്ക് ചോദിക്കേണ്ടിയും പറയേണ്ടിയും വരുന്നത് എന്നവർ പറയുമ്പോഴേക്കും, പിന്നെ അവിടെ ചോദിക്കാനും പറയാനുമൊന്നും ആരുമില്ലാത്തോണ്ട് നമ്മൾ ആരുടെ അടുത്ത് പോയി ചോദിക്കും? അതല്ലേ ഗതികേട്. തന്ത ആദ്യമേ ഇതിൻ്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടു, തള്ളയും പോയി. പിന്നെയുള്ളൊരാങ്ങള ഒരു വഹയ്ക്കും കൊള്ളത്തില്ലെന്നേ. പെൺവീട്ടുകാർ ചൊവ്വല്ലെങ്കിൽ തീർന്നു ചെറുക്കൻ്റെ ജീവിതം. അല്ലാത്തൊരു വിധിയായിപ്പോയിടാ നിന്റെ എന്ന് പോറ്റി സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇത് പറഞ്ഞു വിലക്കിയില്ലെങ്കിൽ ഇവിടെ വന്ന് എന്തുമാവാന്നാ അവളുമാരുടെ വിചാരം എന്ന് മണി പറയുമ്പോഴേക്കും, രണ്ട് വർത്തമാനം പറയുന്നത് തലമൂത്ത ആണുങ്ങൾ വല്ലതുമാണെങ്കിൽ കേൾക്കാൻ കൊള്ളാം. വന്നു കയറിയ പെണ്ണിനേക്കാളും ഇളയവൾ, അതും ഏതോ ബന്ധത്തിലെ ഒരു പെണ്ണ്, എല്ലാം കേട്ടു നിൽക്കാൻ ഒരു കുഞ്ഞൂട്ടനും എന്ന് പോറ്റി കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തു ചെയ്യണമായിരുന്നു? കനിയെ തിരിച്ച് ചീത്ത പറയണമായിരുന്നോ? അതോ കരണമടിച്ച് പൊട്ടിക്കണമായിരുന്നോ എന്ന സന്തോഷിന്റെ ചോദ്യം കേട്ട് പോറ്റിയും അവനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. പോറ്റി, നിങ്ങളാ എന്നെ ഇന്നലെ ആദ്യം ആക്ഷേപിച്ചത് എന്ന് സന്തോഷ് പറയുമ്പോഴേക്കും, ഇപ്പോൾ കഥ അങ്ങനെയായോ? ഞാനാ കുഴപ്പക്കാരൻ, ഞാൻ ഇതു തന്നെ കേൾക്കണം മണി എന്ന് പോറ്റി സങ്കടം അഭിനയിച്ചുകൊണ്ട് പറയുന്നുണ്ട്. എന്തിനാടാ നീ അണ്ണനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് അത് കേൾക്കെ ദേഷ്യത്തോടെ മണിയും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേർക്കും പ്രശ്നം ഞാനാ, എല്ലാവരും കൂടി കയറി ഇടപെട്ട് എൻ്റെ ജീവിതം തുലയ്ക്കരുത് എന്ന് സന്തോഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും, ഇത് വാദി പ്രതിയാവുന്ന കേസാണല്ലോടാ കൊച്ചനെ എന്ന് പോറ്റി ചോദിക്കുമ്പോഴേക്കും, എനിക്ക് ചുണയില്ലാത്തോണ്ടാ വീണ താമസിച്ചു വരുന്നതെന്ന് പോറ്റിയല്ലേ പറഞ്ഞതെന്ന് സന്തോഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അതുള്ളതല്ലേ, നിനക്ക് ചുണയുണ്ടായിരുന്നെങ്കിൽ പള്ളിക്കൂടം വിട്ട ഉടനെ തന്നെ ആ പെങ്കൊച്ചെ വീട്ടിൽ വന്നേനെ. ഇപ്പോൾ എൻ്റെ അടുത്ത് കാണിക്കുന്ന കലിപ്പ് നീ അവളുടെ അടുത്ത് കാണിക്കണമായിരുന്നടാ എന്ന് പോറ്റിയും ഒച്ച വെക്കുമ്പോഴേക്കും, എല്ലാവരും കൂടി എന്നെ കുറ്റപ്പെടുത്തി ഭ്രാന്തനാക്കരുത്. ഏതെങ്കിലും ഒരു കൂട്ടർ മനസ്സിലാക്കി എനിക്കിത്തിരി സമാധാനം താ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷ് തൻ്റെ ബാഗും എടുത്തോണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. മണി അപ്പോഴേക്കും സങ്കടത്തോടെ കഴിക്കാൻ എടുത്തു വെച്ച ബ്രേക്ക്ഫാസ്റ്റുമായി, കുഞ്ഞൂട്ടാ കഴിച്ചിട്ട് പോടാ എന്ന് ടെൻഷനോടെ പറയുമ്പോഴേക്കും, എനിക്കൊന്നും വേണ്ട, ആദ്യം എനിക്കിത്തിരി സമാധാനം താ എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. മണി അപ്പോഴേക്കും ദേഷ്യത്തോടെ, ആ പെണ്ണ് കാരണം എൻ്റെ കൊച്ച് എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറയുമ്പോഴേക്കും പോറ്റി മണിയുടെ അടുത്തേക്ക് വന്ന്, ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പ്ലേറ്റും വാങ്ങിക്കൊണ്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കഴിക്കാനിരിക്കുന്നുണ്ട്. മണിയും ടെൻഷനോടെ അവിടുന്ന് പോകുമ്പോഴേക്കും, അളിയനവനെ കഴിക്കാതെ ഇറക്കി വിട്ടപ്പോൾ സമാധാനമായല്ലോ എന്ന് നടേശനും ചോദിക്കുന്നുണ്ട്. സന്തോഷിനുള്ളത് പോറ്റി തിന്ന് തീർത്തോളുമെന്ന് ആനന്ദും പറയുന്നുണ്ട്. അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് വെട്ടി വിഴുങ്ങിക്കൊണ്ട് മണിയെ ചായ എന്ന് പോറ്റിയും നീട്ടി വിളിക്കുന്നുണ്ട്. പിന്നീട് ബീച്ച് സൈഡിലൂടെ നടക്കുന്ന ലച്ചുവിന് സരസ്വതിയുടെ കോൾ വരുന്നതാണ് കാണിക്കുന്നത്. ലച്ചു എന്ന് സരസ് വിളിക്കുമ്പോഴേക്കും, ഓഹോ, അപ്പോൾ ഈ കിടിപിടിയൊക്കെ നിന്റെ ജയിലിലുണ്ടല്ലേ എന്ന് ലച്ചുവും ചോദിക്കുന്നുണ്ട്. ടീച്ചർ അമ്മപ്പോഴേക്കും ടെൻഷനോടെ പറയുന്നുണ്ട്, എടി എനിക്ക് കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട്, സത്യമാ, നീയൊന്ന് ക്ഷമിക്കടി, നിന്റെ അടുത്ത് പിണങ്ങി എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ലെന്ന്. അതെനിക്കറിയാം, പണ്ടേ പിണങ്ങിയ നീ ആദ്യം എന്നോട് വന്ന് മിണ്ടുക, എന്നിട്ടും ഇത്രയും നാളും നീ എന്നോട് മിണ്ടാതിരുന്നില്ലേ? അതാ എനിക്ക് വിഷമം. നമ്മൾ കുഞ്ഞിലെ അത്രയ്ക്ക് കൂട്ടല്ലേടി, അതുകൊണ്ടാ എന്നെ അത് അത്രയ്ക്ക് എഫക്റ്റ് ചെയ്തതെന്ന് ലച്ചു പറയുമ്പോഴേക്കും, എടി ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ ഒരു അവസ്ഥ, അത് കാരണാടിയെന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട്. എന്തായാലും എനിക്കതങ്ങോട്ട് ഉള്ളിന്ന് പോകുന്നില്ല എന്ന് ലച്ചു പറയുമ്പോഴേക്കും, അത് വീട് ലച്ചു പ്ലീസ് എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട്. നിന്റെ ചിരിയിൽ നിന്റെ പ്ലേസിങ്ങിൽ നേരത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നേനെ, അങ്ങനെ ഇതും അങ്ങ് പോട്ടല്ലേ എന്ന് ലച്ചു ചോദിക്കുമ്പോഴേക്കും, അതെ എന്ന് ടീച്ചർ അമ്മയും. ലച്ചു, എനിക്ക് നിന്നെ ഒന്ന് കാണണം, കുറേ നേരം സംസാരിക്കണം എന്ന് സരസ് പറയുമ്പോഴേക്കും, സംസാരിക്കാമെന്ന് ലച്ചുവും സമ്മതിക്കുന്നുണ്ട്. എടി പഴയ പോലൊന്നുമല്ല, ഞാനിപ്പോൾ കുറച്ച് ലോക്കാ, മേരിക്കുട്ടി പറഞ്ഞതുപോലെ ഒരു വഴി അടയുമ്പോൾ 9 വഴികൾ തുറക്കുമല്ലേ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും, വഴി തുറക്കാൻ നിനക്ക് നിന്റെ ആർമിയുണ്ടല്ലോ എന്ന് ലച്ചു ചോദിക്കണ കേട്ട്, ആ അതൊക്കെ നിനക്ക് അറിയാമോ എന്ന് ടീച്ചറമ്മയും ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു, അപ്പോഴേ വഴിയൊക്കെ തുറന്ന് നീ ഇങ്ങു വാ, നമുക്ക് കുറേ സംസാരിക്കാനുണ്ട് എന്ന് ലച്ചു പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചറമ്മയും കോൾ വെക്കുന്നുണ്ട്. പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിലെത്തിയ കനിയാണ് കാണിക്കുന്നത്. വീണയുടെ റൂമിലിരുന്ന് കല്ലുവിനോട് അവൾ സ്റ്റേഷനിൽ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ സ്റ്റേഷനിലെത്തിയപ്പോൾ വിഷ്ണുവേട്ടൻ നല്ല മൂഡിലൊന്നും അല്ലായിരുന്നു, വേറൊരു മുഖം. ഹോ, എനിക്ക് തന്നെ ഇടയ്ക്ക് പേടി തോന്നിയെന്നേ. പിന്നെ ഞാനത് കാര്യമാക്കിയൊന്നുമില്ല. ചെറിയമ്മയുടെ മിസ്സിങ് വിഷ്ണുവേട്ടനെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. കൃഷ്ണചന്ദ്രൻ സാറിൻ്റെ കാര്യം എങ്ങനെ അറിഞ്ഞു എന്ന് വീണയെ വീണ്ടും വിളിച്ച് വിഷ്ണുവേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ശരിക്കും പതറിപ്പോയി. പിന്നെങ്ങനെയോ മേരിക്കുട്ടി ടീച്ചറുടെ തലയിൽ വെച്ചങ്ങ് കെട്ടി എന്ന് കനി പറയുമ്പോഴേക്കും, അത് നന്നായി, അല്ലെങ്കിൽ ആ ഒരൊറ്റ ചോദ്യത്തിൽ പെട്ടെന്നെ ഇന്ന് കല്ലുവും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.